ബിഗ് ബോസിന്റെ കാഞ്ഞ ബുദ്ധിയാട്ടോ. ബിഗ് ബോസ് അല്പസമയം മുമ്പ് നൂറിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് പേഴ്സണലായിട്ട് സംസാരിക്കാനാണ്. പക്ഷേ ഇത് ബിഗ് ബോസിന്റെ ഒരു ട്രിക്കാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രോമോയിൽ കണ്ട പോലെ ആര്യന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ആര്യനെ മാത്രം വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് അടിക്കും. സീക്രട്ട് ടാസ്ക് അല്ലേ. അപ്പോൾ ആദ്യം നൂറിയെ വിളിക്കാം, വിശേഷമൊക്കെ ചോദിക്കാം. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിടക്കിങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുകയും ചെയ്യാം. സമയവും പോകും. ആര്യന് ഇടയിൽ സീക്രട്ട് ടാസ്കും കൊടുക്കാം. അപ്പോൾ ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിൻ്റെ നമ്പറാണ്. നൂറിയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ നൂറയുടെ സങ്കടമാണ് കേട്ടോ കൺഫെഷൻ റൂമിൽ കൂടുതൽ കണ്ടത്. പല കാര്യങ്ങളും നൂറയോട് ബിഗ് ബോസ് സംസാരിച്ചു. അതിൽ നൂറയ്ക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അനിയനെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പാരൻസ് ഒരുപാട് മോശമായിട്ടുള്ളതൊക്കെ എൻ്റെ അനിയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല, താത്ത എന്നാണ് എന്നെ വിളിക്കുന്നത്. താത്ത ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്, എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നീ തെറ്റിദ്ധാരണയിൽ ഉണ്ടാവരുത്, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി ബിഗ് ബോസിനോട് പറയണം. അപ്പോൾ ബിഗ് ബോസ് പറയണതാണ് ഇനി 4 ആഴ്ച കൂടി ഉള്ളൂ, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് നൂറിയെ വിട്ടു. ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ച് വരുത്തതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ ഓരോരുത്തരെ വിളിക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി നൂറയും കൂടി വിളിച്ചു, നൂറയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തത്, എൻ്റെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു എന്ന്. ഞാൻ ഒരാളെ സ്നേഹിച്ചതാണോ തെറ്റ്? ഞാനൊരു ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഒരാളെ സ്നേഹിച്ചതാണോ തെറ്റ്? ആ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിൽ പോലും നൂറ ഭയങ്കര ഹാപ്പിയാണ് ആളുടെ ലൈഫിൽ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അല്ല ജീവിക്കേണ്ടത്. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, അതിപ്പോൾ ജെൻഡർ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുക. അല്ലാതെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചിട്ട് കുക്കറിൽ തലക്കിട്ടടി കിട്ടിയോ അല്ലെങ്കിൽ കുക്കറിൽ കഷ്ണങ്ങളായി വെന്തുരുകി നമ്മളുടെ ജീവിതം തകർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ബ്യൂട്ടിഫുള്ളായിട്ട് നൂറ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നൂറയുടെ സക്സസ് തന്നെയാണ്. അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നൂറയെ ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.